ദൈവത്തിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. നൽമൊഴികളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് നിഗളികൾക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യെശയ്യാവ് 2:11 മുതൽ 17 വരെ. മനുഷ്യരുടെ നിഗളിച്ച കണ്ണ് താഴും, പുരുഷന്മാരുടെ ഉന്നതഭാവം കുനിയും. യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർവവും ഉന്നതഭാവവുമുള്ള എല്ലാറ്റിന്മേലും നിഗളമുള്ള എല്ലാറ്റിന്മേലും വരും. അവ താണുപോകും. ലെബാനോനിലെ പൊക്കവും ഉയരവുമുള്ള സകല ദേവദാരുക്കളിന്മേലും ബാശാനിലെ എല്ലാ കരുവേലകങ്ങളിന്മേലും ഉയർന്നിരിക്കുന്ന സകല പർവ്വതങ്ങളിന്മേലും ഉയരമുള്ള എല്ലാ കുന്നുകളിന്മേലും ഉന്നതമായ സകല ഗോപുരത്തിന്മേലും ഉറപ്പുള്ള എല്ലാ മതിലിന്മേലും എല്ലാ തർശീശ് കപ്പലിന്മേലും മനോഹരമായ സകല ശൃംഗാര ഗോപുരത്തിന്മേലും വരും. അപ്പോൾ മനുഷ്യന്റെ ഗർവം കുനിയും, പുരുഷന്മാരുടെ ഉന്നതഭാവം താഴും. യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. 11-ാം വാക്യത്തിൽ മനുഷ്യരുടെ നിഗളിച്ച കണ്ണ് താഴും, പുരുഷന്മാരുടെ ഉന്നതഭാവം കുനിയും എന്ന് വായിക്കുന്നു. നമുക്കറിയാം, കണ്ണ്, നോട്ടം എല്ലാം ഒരു കോൺഫിഡൻസിനെ കാണിക്കുന്നു. അതുപോലെ തന്നെ കുനിയുക എന്നത് ഒരു ലജ്ജയുടെ, അപമാനത്തിൻ്റെ ഒക്കെ ഒരു അടയാളമാണ്. അവരുടെ കണ്ണ് താഴും, ഉന്നതഭാവം കുനിയും എന്നതിൻ്റെ അർത്ഥം അവർ ലജ്ജിച്ചു പോകും എന്നതാണ്. എന്താണ് നിഗളം? എന്താണ് ഉന്നതഭാവം? പലപ്പോഴും നാം ചിന്തിക്കുന്നത് ഞാൻ എന്തൊക്കെയോ ആണ് എന്നുള്ള ഭാവമാണ്, അല്ലെങ്കിൽ അഹം, ഞാൻ ബാക്കിയുള്ളവരെക്കാൾ മെച്ചമാണ് എന്ന ഭാവമാണ് നിഗളം എന്നതാണ്. എന്നാൽ അതുമാത്രമല്ല, അടിസ്ഥാനപരമായി ദൈവത്തിന് മഹത്വം കൊടുക്കാത്തതാണ് നിഗളം. നന്ദിയില്ലായ്മ, ദൈവത്തോട് കടപ്പാടില്ലായ്മ എന്നതാണ് ശരിക്കും നിഗളം എന്ന് പറയുന്നത്. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിൻ്റെ നാൾ നിഗളവും ഉന്നതഭാവമുള്ള എല്ലാറ്റിന്മേലും വരും, അവ താണുപോകും എന്ന് ദൈവം അരുളിച്ചെയ്യുന്നു. 13-ാം വാക്യത്തിൽ ലെബാനോനിലെ ദേവദാരുക്കളെക്കുറിച്ചും ബാശാനിലെ കരുവേലകങ്ങളെക്കുറിച്ചും നാം കാണുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ മനുഷ്യരെ വൃക്ഷങ്ങളോട് പലയിടത്ത് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സങ്കീർത്തനങ്ങൾ 1-ൽ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ എന്ന് നീതിമാനെക്കുറിച്ച് പറയുന്നു. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും എന്ന് 128-ാം സങ്കീർത്തനത്തിൽ പറയുന്നു. ഇവിടെ 13-ാം വാക്യത്തിൽ ദേവദാരുക്കളെക്കുറിച്ചും കരുവേലകങ്ങളെക്കുറിച്ചും പറയുന്നത് വളരെ പ്രതാപമുള്ള, കണ്ടാൽ യോഗ്യരെന്ന് തോന്നുന്ന, പ്രശസ്തിയുള്ള മനുഷ്യരെക്കുറിച്ചാണ്. 14-ാം വാക്യത്തിൽ പർവ്വതങ്ങളെക്കുറിച്ചും കുന്നുകളെക്കുറിച്ചും ഉയർന്ന ഗോപുരങ്ങളെക്കുറിച്ചും നാം കാണുന്നു. ഇതെല്ലാം മനുഷ്യരുടെ നിഗളം, അഹംഭാവമൊക്കെ കാണിക്കുന്നവയാണ്. അവരുടെ സംരക്ഷണത്തിനായി, അവരുടെ പേരിനും പ്രശസ്തിക്കുമായി കെട്ടിപ്പൊക്കിയ ഗോപുരങ്ങളും മതിലുകളുമാണ്. അവയ്ക്കെല്ലാം ദൈവത്തിൻ്റെ ന്യായവിധി വരും എന്ന് ദൈവം അരുളിച്ചെയ്യുന്നു. 16-ാം വാക്യത്തിൽ എല്ലാ തർശീശ് കപ്പലിന്മേലും മനോഹരമായ സകല ശൃംഗാര ഗോപുരത്തിന്മേലും വരും എന്ന് ദൈവം അരുളിച്ചെയ്യുന്നു. നമുക്കറിയാം, തർശീശ് എന്നത് ഇപ്പോഴത്തെ സ്പെയിനാണ്. കച്ചവടങ്ങൾക്കും മറ്റും പോയിരുന്ന കപ്പലുകൾ മറ്റ് കപ്പലുകൾ പോലെയല്ല. തർശീശിലേക്കുള്ള കടൽമാർഗം വളരെ ദുർഘടം നിറഞ്ഞതും ധാരാളം അപകടങ്ങൾ പതിയിരുന്നതുമായ മാർഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കപ്പലുകൾ പണിതിരുന്നത് വളരെ ശക്തമായിട്ടാണ്. വളരെ തട്ടുകളുള്ള, സൗകര്യങ്ങളുള്ള, അപകടങ്ങൾ ചെറുക്കുവാൻ പാകത്തിനുള്ള കപ്പലുകൾ. അതും അവരുടെ നിഗളവും ഗർവവും സൂചിപ്പിക്കുന്നവയാണ്. ഇവ എല്ലാത്തിന്മേലും യഹോവയുടെ നാൾ വരും എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം യഹോവയായ ദൈവം അരുളിച്ചെയ്യുന്നു. പ്രിയ ദൈവജനമേ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ല എങ്കിൽ അത് നിഗളമാണ്. നാം ആയിരിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ ദയ കൊണ്ടാണ് എന്ന് നാം എപ്പോഴും ഓർക്കണം. ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത യാതൊന്നും
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. ഉണ്ടായാൽ ദൈവം അതിനെ എല്ലാം നശിപ്പിക്കും എന്നതിന് യാതൊരു സംശയവും വേണ്ട. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ മാത്രം അന്നാളിൽ ഉയർന്നിരിക്കും.